ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി വക്രത്തിലാകുന്നതിൻ്റെ ഗുണദോഷങ്ങൾ കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവർക്ക് ശനി വക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് 5ാം ഭാവാധിപനും 6ാം ഭാവാധിപനുമാണ്. അപ്പോൾ 5ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ 7ൽ സഞ്ചരിക്കുകയാണ്. ആ 7ൽ നിൽക്കുന്ന ശനി ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ 7ാം ഭാവരാശിയിൽ വക്രഗതിയിലാകുന്നുണ്ട്. അപ്പോൾ ഈ വക്രശനി ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, സുഖസ്ഥാനത്ത് 4ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, അതുപോലെ 9ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 4ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു, ആ ഗുരു ഇവരുടെ 11ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് ആ ഗുരു 7ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം, ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ഒരു മിത്രഗ്രഹമാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ 7ലെ ശനിക്ക് പൊതുവെ ഒരു ദിഗ്ബലമൊക്കെ ഉള്ള സമയമാണ്. ഇപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് തലത്തിൽ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ, അതുപോലെ മാരേജ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഒക്കെ തന്നെ നമുക്ക് ഒരു ഫോക്കസ് കൊടുക്കേണ്ടുന്ന സമയമാണ്. ശനി ആ 7ൽ വക്രത്തിൽ ആകുമ്പോൾ ആ ശനി 6ാം ഭാവ രാശിയുടെ ദിശയിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ ശനി 6ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ശനി 7ൽ വക്രത്തിലാകുന്നത് പൊതുവെ ഈ കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും ഗുണം ചെയ്യുന്ന സമയമായിരിക്കും. ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്ക് ആ ഇഷ്യൂസ് പരിഹരിക്കുന്നതിന് അനുകൂല സമയമാണ്. അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളുള്ളവർക്ക് അത് റിസോൾവ് ചെയ്യുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കടബാധ്യത ഉള്ളവർക്ക് ആ കടബാധ്യത അത് വീടുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ 7ാം ഭാവസംബന്ധമായ കാര്യങ്ങളിൽ പൊതുവെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ബന്ധമൊക്കെ ദൃഢമാക്കുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും. ഇപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 7ൽ ശനി വക്രത്തിലാകുമ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 7ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പാർട്ട്ണർഷിപ്പ് തലത്തിലായാലും, ലൈഫ് പാർട്ട്ണർഷിപ്പിലായാലും, ബിസിനസ് പാർട്ട്ണർഷിപ്പിലായാലും നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉള്ളവരെ, നേരിട്ടവരെ സംബന്ധിച്ചിടത്തോളം ആ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 7ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് അത് ഗുണം ചെയ്യും എന്ന് പറയാം. ബിസിനസ്സിലൊക്കെ നമുക്ക് ഫോക്കസ് കൂടും. ഇപ്പോൾ നമുക്ക് ഈ കരാറ്, കോൺട്രാക്റ്റ് തലത്തിലൊക്കെ പങ്കാളിയാകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ശനി 7ൽ വക്രത്തിലാകുമ്പോൾ നമ്മൾ പൊതുവെ നമ്മുടെ ദിനചര്യകളൊക്കെ സുഗമമാകും. വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ ഈ കാമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ നമുക്ക് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനൊക്കെ ഈ സമയം നമുക്ക് സഹായകമാകും. അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിലിടത്ത്, സേവന തലത്തിൽ, പ്രത്യേകിച്ച് ഈ കോവർക്കേഴ്സിൻ്റെയൊക്കെ സഹായം, അവരുടെയൊക്കെ സഹകരണം ഉണ്ടാകാവുന്ന സമയവും കൂടെയാണ്. അപ്പോൾ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കും. അതുപോലെ കടബാധ്യത ഉള്ളവർക്ക് അത് കുറയ്ക്കാനുള്ള മാർഗങ്ങളൊക്കെ ഈ സമയത്ത് കണ്ടെത്താൻ കഴിയും. മാത്രമല്ല 6ാം ഈ ഭാവസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ വക്രശനി സഹായകമാണ്. ഇപ്പോൾ ഈ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനമൊക്കെ അവലോകനം ചെയ്യുന്ന സമയമാണ്. പഠനത്തിലെ മെല്ലെപ്പോക്കൊക്കെ മാറ്റി ആ പഠനത്തിലെ പോരായ്മകളൊക്കെ പരിഹരിച്ച് പോകേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും.
റിലേഷൻഷിപ്പിലൊക്കെ ഇപ്പം ക്ഷമ, അച്ചടക്കമൊക്കെ വേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം. കരിയർ തലത്തിൽ അച്ചടക്കത്തോടുള്ള ഒരു സമീപനം ആ കരിയർ തലത്തിലെ പ്രോബ്ലങ്ങൾ പരിഹരിക്കാൻ സഹായകമാകും എന്ന് മനസ്സിലാക്കുക. തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. വക്രശനി ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വ്യക്തിത്വത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സമയമാണ്. അപ്പം അങ്ങനെ ബോധ്യത്തോടു കൂടി മറ്റുള്ളവരോട് വിനയപൂർവമായിട്ടുള്ള ഒരു സമീപനമൊക്കെ ഈ സമയത്തുണ്ടാകുന്നത് നല്ലതാണ്. അച്ചടക്കമാർന്ന ഒരു മനോഭാവം ഈ സമയത്തുണ്ടാകുന്നത് പൊതുവെ നല്ലതാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ സമയത്ത് പ്രത്യേകിച്ച് വക്രശനി 4-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് കുടുംബത്തിൽ കമ്മിറ്റ്മെൻറ്റ് കുറയാതെ നോക്കണം. ഒരു ഇമോഷണലായിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകണം. പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. നമുക്ക് മാനസികമായിട്ട് ഉള്ള പിരിമുറുക്കമൊക്കെ കുറയ്ക്കുന്നതിനൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തി പോകേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം വീട്, അതുപോലെ വാഹനം, ഇവയൊക്കെ വാങ്ങുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ വീട് പുതുക്കുന്നതിനും അല്ലെങ്കിൽ ചിലപ്പോൾ വീട് മാറുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. മാതാവിനോടുള്ള കർത്തവ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിർവഹിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. വക്രശനി 9-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ്. അപ്പോൾ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ, പിതാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ ഉന്നത പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ പാളിച്ചകൾ വന്നിട്ടുണ്ടോ എന്ന് വിലയിരുത്തി പോകേണ്ടുന്ന സമയമാണ്. സീനിയർ അധ്യാപകർ, ഗുരുക്കന്മാർ, മെൻറ്റേഴ്സ്, അവരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലൊക്കെ ശ്രദ്ധ വേണം. അങ്ങനെ ശ്രദ്ധിച്ചു പോകുമ്പോൾ അവരുടെയൊക്കെ ഗൈഡൻസ് നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് ഈ പഠന സംബന്ധമായിട്ടുള്ള ഗുണാനുഭവം ഉണ്ടാക്കാൻ വഴിതെളിക്കും. പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ടുന്ന സമയമാണ്. ഈശ്വര ഉപാസനയൊക്കെ കൂട്ടി പോകുന്നവർക്ക് പ്രത്യേകിച്ച് മാനസികമായിട്ട് നമുക്ക് ടെൻഷൻ കുറയ്ക്കാൻ സഹായകമാണ്. മാത്രമല്ല നമ്മുടെ റിലേഷൻഷിപ്പിൽ വന്ന പോരായ്മകളൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി പ്രത്യേകിച്ച് ആ ഗുരുവിൻ്റെയൊക്കെ 7-ലെ ദൃഷ്ടി വരുന്നതുകൊണ്ടും, അതുപോലെ തന്നെ 5-ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നത് അത് പഠന സംബന്ധമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും. സന്താനങ്ങളുമായിട്ട് നമുക്ക് ഒരു എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ സന്താനങ്ങളുമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റി അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായകമാണ്. അപ്പോൾ പൊതുവെ പഠനത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലും കുടുംബകാര്യത്തിലുമൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കുന്നതിന് അത് ഗുരുവിൻ്റെ 11-ാം ഭാവരാശിയിലെ ഉച്ചരാശിയിൽ നിന്നുകൊണ്ടുള്ള ആ ദൃഷ്ടി സഹായകമാകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.